പ്രസിദ്ധമായ കാലടിത്തറ ശ്രീ വടക്കേ മണലിയാർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ മകരച്ചൊവ്വ ജനുവരി 16 നടക്കും. ഈ വർഷത്തെ പൂരാഘോഷം 2024 ഫെബ്രുവരി 13 നടക്കും. ശ്രീ വടക്കേ മണലിയാർക്കാവ് ക്ഷേത്രത്തിന് ഏകദേശം 1000-ൽ പരം വർഷം പഴക്കമുണ്ടെന്ന് പഴമക്കാർ പറയുന്നു. ഇവിടത്തെ പ്രതിഷ്ഠ ഭദ്രകാളിയാണ്. രൂപം ഒന്നാണെങ്കിലും ഭാവം 3 തരത്തിലാണ്. രാവിലെ ഭഗവതി രൂപത്തിലും ഉച്ചയ്ക്ക് ഭദ്രകാളി രൂപത്തിലും വൈകിട്ട് ദുർഗാരൂപത്തിലുമാണ് കാണപ്പെടുന്നത്. മഴയും വെയിലും കൊണ്ടിരിക്കുന്ന ഭാവത്തിലാണ് പ്രതിഷ്ഠ കണ്ടുവരുന്നത്. ഭഗവതിക്ക് ഉപദേവന്മാരായി ശ്രീധർമ്മശാസ്താവും ദമ്പതി ബ്രഹ്മരക്ഷസും നാഗരാജാവും ക്ഷേത്രപാലകനും ഭദ്രകാളി, വേട്ടക്കാരൻ, ഹനുമാൻ, ചെറുകുന്നിലമ്മയും ഇവിടെ കുടികൊള്ളുന്നു. ക്ഷേത്രത്തിലെ മുഖ്യ വഴിപാട് തുലാം 1 മുതൽ തുടങ്ങി മകരം 30 വരെ നടക്കുന്ന ഭഗവതിപ്പാട്ടാണ്. ഇതിനു പുറമെ മറ്റു വഴിപാടുകളായ ഉദയാസ്തമന പൂജ, നിറമാല, പൂമാല, ചുറ്റുവിളക്ക് എന്നിവയും നടത്തിവരുന്നു. മകരച്ചൊവ്വയും മകരം 30-ന് താലപ്പൊലിയും അതിഗംഭീരമായി തന്നെ നടത്തിവരുന്നു. പൂരാഘോഷം ഫെബ്രുവരി 13 ചൊവ്വാഴ്ച വിവിധ പരിപാടികളോടെ കൊണ്ടാടുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കൂടാതെ മകരച്ചൊവ്വ പ്രമാണിച്ച് ശ്രീധർമ്മശാസ്ത ഭജന സമിതിയുടെ നേതൃത്വത്തിൽ ഭക്തിഗാനസുധയും സംഘടിപ്പിച്ചിട്ടുണ്ട്. പ്രതിഷ്ഠാദിന മഹോത്സവത്തോടനുബന്ധിച്ച് രാവിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, ബിംബശുദ്ധിക്രിയകൾ, കലശം, അഭിഷേകം, ഉപദേവന്മാർക്ക് വിശേഷാൽ കലശം, അഭിഷേകം, വിശേഷാൽ നിവേദ്യങ്ങൾ, ഭഗവതിക്ക് അതികഠിന പായസം, ഹനുമാൻ സ്വാമിക്ക് അവിൽ നിവേദ്യം, ദുർഗാ ഭഗവതിക്ക് പാൽപായസം, ശാസ്താവിന് ത്രിമധുരം നിവേദ്യം, വേട്ടക്കാരന് അപ്പം നിവേദ്യം എന്നിവയും ഒരുക്കുന്നു. ഉത്സവത്തലേന്ന് കാലച്ചാൽ പൂരാഘോഷ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചലച്ചിത്ര പിന്നണി ഗായകൻ എടപ്പാൾ വിശ്വനാഥ് നയിക്കുന്ന ഗാനമേളയും, ഉത്സവ ദിവസം നാട്ടുവാദ്യങ്ങളുടെ മാത്രം താളത്തിന് നാടൻ കലകളുടെ ഉത്സവമായി ഡോക്ടർ സാംകുട്ടി പട്ടംകരിയുടെ രംഗപ്രകാശത്തിൽ ലൈനറി സൗണ്ട് സിസ്റ്റത്തിൻ്റെ അകമ്പടിയോടെ സജീവ് കാട്ടൂർ നയിക്കുന്ന നാടൻപാട്ട് ദൃശ്യകലാമേളയും സംഘടിപ്പിക്കുന്നു. കൂടാതെ നാദസ്വരവും ഗജവീരന്മാരുടെ അകമ്പടിയോടുകൂടി പഞ്ചവാദ്യവും ഡബിൾ തായമ്പകയും കളമെഴുത്തുപാട്ടും കൂട്ടവെടിയും നടക്കും. ജനുവരി 16-ന് തുടങ്ങുന്ന പരിപാടികൾ ഫെബ്രുവരി 13-ന് ചൊവ്വാഴ്ച വൈകിട്ട് 6-ഓടെ സമാപിക്കും.